എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഡു യു ഡു ഓൺ മൺഡേയ്സ്? തിങ്കളാഴ്ചകളിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡു ഓൺ ട്യൂസ്ഡേയ്സ്? ട്യൂസ്ഡേയ്സിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡു ഓൺ ദ വീക്കെൻഡ്? വീക്കെൻഡിൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി പറയേണ്ടതും പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ തന്നെയല്ലേ? നമുക്ക് നോക്കാം. വാട്ട് ഡു യു ഡു എവറി ഡേ? എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അതിന് എന്താ മറുപടി പറയുക? ഐ ഗോ ടു വർക്ക്. ഞാൻ ജോലിക്ക് പോകാറുണ്ട്. ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകാറുണ്ട്. ഐ ഗോ ടു ചർച്ച്. ഞാൻ ചർച്ചിൽ പള്ളിയിൽ പോകാറുണ്ട്. ഐ ഗോ ടു മോസ്ക്. ഐ ഗോ ടു ടെമ്പിൾ. ഇങ്ങനെയൊക്കെ മറുപടി പറയാം. വാട്ട് ഡു യു ഡു എവറി മോർണിംഗ്? എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? അതിന് പ്രസന്റ് സിമ്പിൾ ടെൻസിൽ തന്നെ മറുപടി പറയണം. അതെങ്ങനെയാ? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഐ ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോകാൻ റെഡിയാകാറുണ്ട്. ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനി വാട്ട് ഡു യു ഡു എവറി ഈവനിങ് എന്നാണെങ്കിലോ? ഐ സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ട്. ഐ പ്ലേ ചെസ്. ഞാൻ ചെസ് കളിക്കാറുണ്ട്. ഐ വാച്ച് ടി വി. ഞാൻ ടി വി വാച്ച് ചെയ്യാറുണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ഹി ഡു എവറി ഈവനിങ്? അവൻ ഈവനിങ് ടൈമിൽ എന്താണ് ചെയ്യാറുള്ളത് എന്നാണ്. അപ്പോ നമുക്ക് പറയാം, ഹി സ്റ്റഡീസ്. അവൻ പഠിക്കാറുണ്ട്. ഹി പ്ലേസ് ചെസ്. അവൻ ചെസ് കളിക്കാറുണ്ട്. ഹി വാച്ചസ് ടി വി. അവൻ ടി വി വാച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഹി എന്നാണ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റഡീസ്, പ്ലേസ്, വാച്ചസ് എന്നൊക്കെയാണ് ഉപയോഗിച്ചത്. ഹി എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേർബിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തണം. ഐ പ്ലേ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഹി പ്ലേസ് എന്നാക്കി. വാട്ട് ഡസ് ഹി ഡു എവറി ഈവനിങ് എന്ന ഒരു ക്വസ്റ്റ്യനിൽ ഡസ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ്. അതുപോലെ ഡു എന്നത് മെയിൻ വേർബാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും അതുപോലെ നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കാനുമാണ് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒന്ന് നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കി നോക്കാം. ഐ വാച്ച് ടി വി എന്നത് നെഗറ്റീവ് ഫോം ആവുമ്പോൾ ഐ ഡോണ്ട് വാച്ച് ടി വി എന്നാവും. അതുപോലെ ഷീ വാച്ചസ് ടി വി എന്നാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഫോം ആക്കുമ്പോൾ ഷീ ഡസൻറ്റ് വാച്ച് ടി വി എന്നാവും. ഡോണ്ട് എന്നത് ഡു നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അതുപോലെ തന്നെ ഡസൻറ്റ് എന്നത് ഡസ് നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും പോസിറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാനും നെഗറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാനും മനസ്സിലായില്ലേ?